നല്ലൊരു ഭാര്യയുടെ ലക്ഷണങ്ങൾ പറഞ്ഞാല് നമുക്ക് കുറേ പറയാനുണ്ടാവും അല്ലെ? ഭർത്താവിന്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണ ഭാര്യ, ഭർത്താവിനെ എന്നും കാത്തിരിക്കണ ഭാര്യ, ഭർത്താവിനെ അല്ലാതെ വേറെ ഒരാളെ പോലും മനസ്സിലോർക്കാത്ത ഒരു ഭാര്യ. അങ്ങനെ അങ്ങനെ ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോകും. പക്ഷെ ഈ പറഞ്ഞതൊക്കെ നടക്കണമെങ്കിലേ ഭർത്താവും കൂടെ വിചാരിക്കണം അല്ലെ? മക്കളെ മുന്നില് അവളെ മാനം കെടുത്തിയാല്, ആളുകളുടെ മുന്നിലിട്ട് അവളെ അവഹേളിച്ചാല്, പറയാൻ പാടില്ലാത്ത അങ്ങേയറ്റത്തെ തെറി അവളുടെ മുഖത്തു നോക്കി പറഞ്ഞാല്, വീട്ടിലിരിക്കണ ഉമ്മാനിയും വാപ്പാനിയും അടക്കം ചീത്ത വിളിക്കാൻ തുടങ്ങിയാല് അയാള് നിങ്ങളെ ഭർത്താവല്ല, മക്കളുടെ വാപ്പയാവുള്ളൂ. അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയാല് ഏതൊരു ഭാര്യയും പ്രാർത്ഥിക്കും, ഭർത്താവിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരണേന്ന്, ചങ്കൂറ്റവും കയ്യൂക്കും ഉള്ള ഒരു കൂടപ്പറപ്പിനെ തരണേന്ന്. പ്രിയമുള്ളവരെ, നല്ല ഭാര്യയുടെ ലക്ഷണങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ ഭർത്താക്കന്മാർക്കുള്ള കോളം വെറുതെ കിടക്കാൻ പാടില്ലല്ലോ.